അറഫയുടെ ദിവസം നമ്മുടെ തൊട്ടടുത്തെത്തി നിൽക്കുകയാണ്. അറഫാ ദിനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അറഫാ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിദാഇന്റെ പ്രസംഗമാണ്, വിടവാങ്ങലിന്റെ പ്രസംഗമാണ്. അതിനുശേഷം പ്രവാചകൻ അത്രയും വലിയൊരു സദസ്സിനെ അഭിമുഖീകരിച്ച് അത്രയും പ്രധാനപ്പെട്ട ഒരു പ്രഭാഷണം നടത്തിയിട്ടില്ല എന്നത് ആ ഒരു വിഷയത്തിന് കൂടുതൽ ഗൗരവം നൽകുന്നു. അറഫാ ദിനത്തിന്റെ പ്രഭാഷണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ഹജ്ജ് മാത്രമാണ് ചെയ്തത്. ആ ഹജ്ജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ തുടങ്ങുന്നത് തന്നെ, ജനങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, ഞാൻ പറയുന്നത് ഓരോ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ലഅല്ലി ലാ അൽഖാകും ബഅദ ആം ഹാദാ, ഈ വർഷത്തിന് ശേഷം ഇനി ഒരു കണ്ടുമുട്ടൽ കൂടി നമ്മൾ തമ്മിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എനിക്കറിയില്ല അങ്ങനെ ഒന്ന് ഉണ്ടാകുമോ എന്ന്. ഒരു തവണ കൂടി നിങ്ങളോടൊപ്പം ഞാൻ ഹജ്ജ് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മുന്നിലുള്ള സ്വഹാബത്തിനോട് പറയാം. ആ വിടവാങ്ങൽ പ്രസംഗവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്ത അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇന്നേ ദിവസം നിങ്ങൾക്ക് ഞാനിതാ നിങ്ങളുടെ മതം പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, എന്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു, ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തരികയും ചെയ്തിരിക്കുന്നു എന്ന അള്ളാഹുവിന്റെ ആയത്ത് ഓതിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. സഹാബത്ത് ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ പൊട്ടിക്കരയുന്നത്? ദീന് പൂർത്തിയാക്കി എന്നല്ലേ പ്രവാചകൻ പറഞ്ഞത്, എന്തിനാണ് അതിനിങ്ങനെ പൊട്ടിക്കരന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മറുപടി പറയാണ്, ലൈസ ബഅദൽ കമാലി ഇല്ല നുഖ്സാൻ, ഒരു കാര്യം പൂർണ്ണ വളർച്ചയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന് ക്ഷയമാണ് സംഭവിക്കുക, പിന്നെ അതിന് വാർദ്ധക്യം സംഭവിക്കുകയാണ് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങലുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിലെ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ, അല്ലാഹുവിന്റെ സഹായവും അല്ലാഹുവിന്റെ വിജയവും വരുന്നതെന്ന് കണ്ടാൽ, ജനങ്ങൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി പ്രവേശിക്കുന്നത് അങ്ങ് കണ്ടു കഴിഞ്ഞാൽ അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടും അവനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടും എല്ലാം പൊറുക്കുന്ന കാരുണ്യവാനായ റബ്ബിന്റെ ആ മഗ്ഫിറത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടും അങ്ങ് കഴിഞ്ഞുകൂടുക എന്ന സൂറത്തൊക്കെ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങലിന്റെ അടയാളങ്ങളായിരുന്നു. നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ, സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടത് തൊട്ട് തുടങ്ങി നീണ്ട 23 വർഷക്കാലം 13 കൊല്ലം മക്കയിലും 10 കൊല്ലം മദീനയിലും കഴിച്ചുകൂട്ടി അവരോടൊപ്പം അവരുടെ ദുഃഖം പങ്കിട്ട് അവരുടെ സന്തോഷം പങ്കിട്ട് അവരോടൊപ്പം അവരിൽ ഒരാളായി അവരെ സ്നേഹിച്ച് അവരെ തിരുത്തി കൊടുത്ത് അവരെ പഠിപ്പിച്ച് അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വിടവാങ്ങലിന്റെ സൂചന ഹജ്ജത്തുൽ വിദാഇന്റെ പ്രസംഗത്തിൽ നടത്തിയപ്പോ പല സ്വഹാബികൾക്കും അത് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പല സ്വഹാബികൾക്കും അത് താങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഹജ്ജത്തുൽ വിദാഇന്റെ പ്രസംഗത്തിലെ ആദ്യത്തെ സംസാരം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉത്തരവാദിത്ത പൂർത്തീകരണം നടത്തി താൻ ഇവിടുന്ന് യാത്രയാകാൻ ഒരുങ്ങുകയാണ് എന്ന സൂചനയാണ് ഒന്നാമതായി ഹജ്ജത്തുൽ വിദാഇന്റെ പ്രസംഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുന്നത്. രണ്ടാമതായി പിന്നീട് അങ്ങോട്ട് പ്രവാചകൻ പറയുന്ന പ്രധാനപ്പെട്ട 4 പോയിന്റുകളുണ്ട്. 4 കാര്യങ്ങൾ മുന്നിൽ വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത്. ഈ 4 പോയിന്റുകൾ യഥാർത്ഥത്തിൽ ലോകത്തെ ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്. ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് മനുഷ്യൻ സംസാരിക്കാൻ തുടങ്ങുന്നതിന് എത്രയോ മുന്നേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകം കണ്ട ആദ്യത്തെ മാഗ്നാ കാർട്ട, ലോകം കണ്ട ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുകയാണ്. നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅഅറാദക്കും ഹറാമുൻ അലൈക്കും, ഒരു മനുഷ്യന്റെ സമ്പത്തും
ഒരു മനുഷ്യന്റെ രക്തവും ഒരു മനുഷ്യന്റെ അഭിമാനവും അങ്ങേയറ്റം പവിത്രമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ട അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിലെ അവസാനത്തെ പ്രധാനപ്പെട്ട ഉപദേശത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നടന്നു പോകുമ്പോ ഒരു 500ന്റെ കെട്ട്, ഒരു നോട്ട് കെട്ട് താഴെ കണ്ടാൽ അവനത് എടുക്കാൻ തോന്നില്ല, അവനത് എടുക്കാൻ വേണ്ടി കുനിയാൻ തോന്നില്ല. കാരണം അത് മറ്റൊരുത്തന്റെ ഹക്കാണ്, അത് പരിശുദ്ധമാണ്, അവന് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് ബോധ്യം ആ മനുഷ്യന്റെ മനസ്സിലുണ്ടാകും. ഇത് കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏത് മനുഷ്യനായാലും ഏത് മതത്തിൽപ്പെട്ടവനാകട്ടെ, ഇപ്പോ ബാംഗ്ലൂർ പോലെയുള്ള മെട്രോപൊളിറ്റൻ സിറ്റികൾ നമുക്ക് കാണാൻ സാധിക്കും. ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച ആളുകൾ റോഡ് സൈഡിൽ കിടന്ന് പിടഞ്ഞു മരിക്കുമ്പോൾ നിസ്സംഗമായി പോകുന്ന മനുഷ്യന്മാരെ, ആയിരക്കണക്കിന് മനുഷ്യന്മാരെ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു വചനം മനസ്സാ ഉൾക്കൊണ്ട് ഒരു മനുഷ്യന് പ്രിയപ്പെട്ടവർ ഒരിക്കലും അങ്ങനെ പോകാൻ സാധിക്കില്ല. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല الناس ജമീഅ വമൻ അഹ്യാഹ ഫകഅന്നമാ അഹ്യ الناس ജമീഅ. ആരെങ്കിലും ഒരു മനുഷ്യനെ നിരപരാധിയായ രീതിയിൽ കൊന്നുകളഞ്ഞാൽ ഈ ലോകത്തെ മുഴുവൻ മനുഷ്യ സഞ്ചയത്തെയും കൊന്നവനെ പോലെയാണവൻ. ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ ജീവൻ രക്ഷിച്ചാൽ ഈ ലോകത്തെ മനുഷ്യ സഞ്ചയത്തെ മുഴുവൻ രക്ഷിച്ചവനെ പോലെയാണവൻ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ ഉപദേശം മനസ്സിൽ ഉൾക്കൊണ്ട ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം റോഡരികിൽ ചോരയിൽ കുളിച്ച് കിടക്കുന്ന ഒരു മനുഷ്യജന്മത്തെ അവൻ എത്ര വലിയ ക്രിമിനലാകട്ടെ, എത്ര വലിയ വേണ്ടാത്തവനാകട്ടെ, നമുക്കൊരു പരിധിയില്ലാത്ത മനുഷ്യനാകട്ടെ, ഏത് മതത്തിൽപ്പെട്ടവനാകട്ടെ, അയാൾ അവിടെ ഉപേക്ഷിച്ചു വരാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉപദേശം കേട്ടൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധിക്കില്ല പ്രിയപ്പെട്ടവരെ. കാരണം മനുഷ്യ രക്തം പവിത്രമാണ്, മനുഷ്യന്റെ ജീവൻ പവിത്രമാണ്, മനുഷ്യന്റെ അഭിമാനം പവിത്രമാണ്, മനുഷ്യന്റെ ധനം പവിത്രമാണ്. മതഭേദമന്യെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രഖ്യാപനം നടത്തിയത്. അടുത്തതായി പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ. വല്ലാത്തൊരു പ്രഖ്യാപനമാണിത്, വല്ലാത്തൊരു പ്രഖ്യാപനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മുന്നിൽ നിൽക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന അറബികൾ, വളരെ ചുരുങ്ങിയ അനറബികൾ മാത്രമേ ഉള്ളൂ, ആ അറബികളോടായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, അല, നിങ്ങൾ അറിയണം, ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ രക്ഷിതാവ് ഒന്നാണ്, വഅബാകും വാഹിദ്, നിങ്ങളുടെ ഉപ്പ പിതാവ് ഒന്നാണ്, ആദം അലൈഹിസ്സലാത്തു വസ്സലാം. അല ലാ ഫളല ലിഅറബീന അല അജമി, അറിയുക അറബികളെ അജമികളെക്കാൾ അനറബികളെക്കാൾ ഒരു പ്രത്യേകതയും നിങ്ങൾക്കില്ല. വലാ ലിഅജമീന അല അറബി, അല്ലെങ്കിൽ അജമികൾക്ക് അനറബികൾക്ക് അറബികളെക്കാൾ ഒരു പ്രത്യേകതയുമില്ല. മലയാളം സംസാരിക്കുന്നവരാകട്ടെ, കന്നഡ സംസാരിക്കുന്നവരാകട്ടെ, ഉറുദു സംസാരിക്കുന്നവരാകട്ടെ, തമിഴ് സംസാരിക്കുന്നവരാകട്ടെ, അറബ് സംസാരിക്കുന്നവരാകട്ടെ, ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാകട്ടെ, ലോകത്ത് ഏത് ഭാഷ സംസാരിക്കുന്നവരാകട്ടെ, അവർക്കാർക്കും ആ ഭാഷയുടെ കാരണം കൊണ്ട് ഒരു പ്രത്യേകതയുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പ്രഖ്യാപിക്കുകയാണ്. വലാ അഹ്മർ അലാ അസ്വദ വലാ അസ്വദ അലാ അഹ്മർ, വെളുത്തവന് കറുത്തവനെക്കാളുമോ കറുത്തവന് വെളുത്തവനെക്കാളുമോ ഒരു പ്രത്യേകതയുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാ കാലഘട്ടം പ്രിയപ്പെട്ടവരെ, ഏതാണ് കാലഘട്ടം? AD 6-ാം നൂറ്റാണ്ടിലാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പ്രഖ്യാപിക്കുന്നത്. ലോകത്തിലെ മനുഷ്യത്വത്തിന്റെ അപ്പോസ്തലന്മാരെന്ന് സ്വയം അവകാശപ്പെടുന്ന യൂറോപ്പിലെ മനുഷ്യന്മാർ അപ്പാർത്തൈഡിന്റെ, വർണ്ണവിവേചനത്തിന്റെ, റേസിസത്തിന്റെ നെറുകയിലായിരുന്നു 20-ാം നൂറ്റാണ്ട് വരെ ജീവിച്ചിരുന്നത്. പല ഹോട്ടലുകളിലും പല സ്ഥാപനങ്ങളുടെയും പുറത്ത് എഴുതി വെക്കുമായിരുന്നു, നോ എൻട്രി ഫോർ ഡോഗ്സ് ആൻഡ് ബ്ലാക്ക്, നോ ബ്ലാക്ക്, നോ ഐറിഷ്, നോ ഡോഗ്സ്. അതായത് പട്ടിക്ക് സമാനമായി, മൃഗങ്ങൾക്ക് സമാനമായി കറുത്ത വർഗക്കാരെ കണ്ട് കറുത്ത വർഗക്കാർ അടിമപ്പണി എടുക്കേണ്ടവരാണെന്ന് വിശ്വസിച്ച് കറുത്ത വർഗക്കാർക്ക് പ്രാഥമികമായ മനുഷ്യാവകാശം പോലും നൽകപ്പെടേണ്ടതില്ല എന്ന് അടിയുറച്ചു വിശ്വസിച്ച ഒരു വിഭാഗം 20-ാം നൂറ്റാണ്ട് വരെ, 21-ാം നൂറ്റാണ്ടിലും അതിന്റെ അനുരണനങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമുക്ക് വരെ, നമ്മുടെ ഉള്ളിൽ വരെ, നമ്മുടെ നാട്ടിലേക്ക് ഈ അതിഥി തൊഴിലാളികളായി എത്തുന്ന പുറം നാടുകളിൽ, ഈ രാജ്യത്തിൽ നിന്ന് തന്നെ പുറം നാടുകളിൽ നിന്ന് അതിഥി തൊഴിലാളികളായി ദാരിദ്ര്യം കാരണം, പ്രയാസം കാരണം ഇവിടെ എത്തുന്ന ആളുകളോട് നമ്മുടെ നാട്ടിലുള്ള പല ആളുകൾക്കുമുള്ള നിലപാടെന്താണ്? അവരോടുള്ള ഒരു മനോഭാവം എന്താണ്? അവരെന്തോ സെക്കൻഡറി സിറ്റിസൺസ് ആണ്. അവരൊന്ന് അവരുടെ കാര്യങ്ങളൊന്ന് ഉച്ചത്തിൽ സംസാരിച്ചാൽ അവർ തല്ലപ്പെടണം, അവര് കൊല്ലപ്പെടണം, അവര് ശിക്ഷിക്കപ്പെടണം,
അവരെ കാണുമ്പോൾ തന്നെ അവരിൽ ചില ആളുകൾ നടത്തിയ ചില ക്രിമിനൽ പശ്ചാത്തലങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരിൽപ്പെട്ട എല്ലാവരും ക്രിമിനലുകളാണ്. എത്രത്തോളം അറിയോ, ഒരു പ്രാഥമികമായ മനുഷ്യന്റെ അവകാശം പോലും ഈ ആളുകൾക്കില്ല എന്ന് ധരിക്കുന്ന മനുഷ്യന്മാരുണ്ട്. സാധാരണ തമാശ രീതിയിൽ പറയാറുണ്ട്, ഒരു ആക്സിഡന്റ് സംഭവിച്ചു, 3 ബംഗാളിയും 2 ആളും മരിച്ചു. അപ്പൊ ആളുകളുടെ കൂട്ടത്തിൽ ബംഗാളികൾ ഉൾക്കൊള്ളിക്കൂല, ആളുകളുടെ കൂട്ടത്തിൽ ഈ ഹിന്ദിക്കാരെ ഉൾക്കൊള്ളിക്കൂല. എന്താ കാരണം? അവര് വേറെ ഭാഷ സംസാരിക്കുന്നു എന്നതുകൊണ്ടാണോ? അല്ലെങ്കിൽ അവർ നമ്മുടെ നാട്ടിലെ ഒരു സുരക്ഷതയിൽ ജനിച്ചിട്ടില്ല എന്നതാണോ? അവന് ദാരിദ്ര്യം കൊടുത്തതും നമുക്ക് സമ്പന്നത എന്നതും അള്ളാഹുവാണ്. അവനെ കൊണ്ട് ഉറുദു സംസാരിപ്പിച്ചതും നമ്മെ കൊണ്ട് മലയാളം സംസാരിപ്പിച്ചതും അള്ളാഹുവാണ്. അവന് വളരെ ചുരുങ്ങിയ സംവിധാനങ്ങൾ നൽകിയതും നമുക്ക് നമ്മുടെ റിസ്ഖിൽ വിശാലത നൽകിയതും അള്ളാഹുവാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അറബിക് അനറബിയേക്കാൾ, അനറബിക് അറബിയേക്കാൾ, കറുത്തവന് വെളുത്തവനേക്കാൾ, വെളുത്തവന് കറുത്തവനേക്കാൾ ഒരു പ്രത്യേകതയുമില്ല. ഖുർആൻ ഓതിയിട്ട് റസൂൽ പഠിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, നിങ്ങളെല്ലാം പടക്കപ്പെട്ടത് ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫൂ, നിങ്ങൾ വിവിധ വിഭാഗങ്ങളായി ഗോത്രങ്ങളായി നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വേർതിരിച്ചത് പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രമാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി യത്ഖാകും, അല്ലാഹുവിന്റെ സവിധത്തിൽ നിങ്ങൾക്ക് പ്രത്യേകത വേണോ? അതിനൊരൊറ്റ മാനദണ്ഡം മാത്രമേ ഉള്ളൂ, തഖ്വയാണ്. തഖ്വ കൊണ്ട് മാത്രമേ, ജീവിതത്തിന്റെ പരിശുദ്ധി കൊണ്ട് മാത്രമേ, ജീവിതത്തിലെ ആ ഒരു ഔന്നത്യമുള്ള നിലപാട് കൊണ്ട് മാത്രമേ ഒരു മനുഷ്യന് പ്രത്യേകത കിട്ടുള്ളൂ. ജന്മം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ നാട് കൊണ്ടോ ഭാഷ കൊണ്ടോ കുടുംബം കൊണ്ടോ ഒന്നുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കാൻ. പ്രിയപ്പെട്ടവരെ, ആറാം നൂറ്റാണ്ടിൽ ഒരു നാഗരികതയും എത്തിയിട്ടില്ലാത്ത മക്കയിലെ ആ കുന്നും പുറത്തു വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ച ഈ ഒരു ഇക്വാലിറ്റി ഉണ്ടല്ലോ, ഈ ഒരു സമത്വം ഉണ്ടല്ലോ, 20-ാം നൂറ്റാണ്ട് വരെ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. 20-ാം നൂറ്റാണ്ട് വരെ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നിട്ട് ഇസ്ലാമാണ് ഏറ്റവും പ്രാകൃതമെന്നും ഇസ്ലാമാണ് ഏറ്റവും പ്രാചീനമെന്നും ഒക്കെ പ്രചാരണം നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വിദാഇന്റെ പ്രസംഗം മാത്രം മതി. പരിശുദ്ധ ഇസ്ലാമാണ് ഏറ്റവും വലിയ മനുഷ്യാവകാശം മുന്നോട്ട് വെച്ച മതമെന്ന് മനസ്സിലാക്കാൻ. പ്രിയപ്പെട്ടവരെ, 4-മതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുന്ന പ്രഖ്യാപനം സ്ത്രീകളെ കുറിച്ചാണ്. സ്ത്രീകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, സ്ത്രീകൾ നിങ്ങൾക്ക് അമാനത്താണ് എന്നാണ്. ആ സ്ത്രീകൾക്ക് കൃത്യമായ അവകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട് എന്നതാണ്. ഏത് ജനതയോട് ഇത് പറയുന്നറിയോ? ഏത് ജനതയോട് ഇത് പറയുന്നത്? വൈദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ വല്ല വജ്ഹുഹു മുസ്വദൻ വഹുവ ഖദീം, ഒരാൾക്ക് പെൺകുട്ടി ജനിച്ചുവെന്ന വാർത്ത അറിയിക്കപ്പെട്ടാൽ അവന്റെ മുഖം വാടാണ്, അവന്റെ മുഖം മ്ലാനമാവുകയാണ്. അവൻ അപമാനത്താൽ മറ്റുള്ള മുഖത്തേക്ക് നോക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് അത് പെൺകുട്ടി ജനിക്കുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം അപമാനമായി കരുതുന്ന ഒരു ജനതയോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറയുന്നത് എന്ന് ഓർക്കണം. നമുക്കറിയാം, ആ കാലഘട്ടത്തിൽ, ജാഹിലിയ്യ കാലഘട്ടത്തിൽ അവർ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുമൂടിയിരുന്നു. പലരും പല യാത്രയും കഴിഞ്ഞ് അവരുടെ നാടുകളിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഭാര്യ ഗർഭിണിയായിരിക്കും, കച്ചവടത്തിന് പോയതായിരിക്കും, തിരിച്ചു വരുമ്പോൾ പ്രസവിച്ചിട്ടുണ്ടാവും. ഒരു ആൺകുട്ടി ജനിച്ചു എന്ന സന്തോഷ വാർത്ത കേൾക്കണമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവുക. പക്ഷെ വരുമ്പോ ഒരു പെൺകുട്ടിയെയാണ് കാണുക. പലരും ഭാര്യ ഗർഭിണിയായി യാത്ര പോയി തിരിച്ചു വരുമ്പോൾ പെൺകുട്ടികൾക്ക് 2, 3, 4 വയസ്സായിട്ടുണ്ടാവും. അവർ കൂട്ടിയിട്ട് പോവാണ്. അത് വേണ്ട എന്ന് പ്രസവിച്ച ഉമ്മ പോലും പറയില്ല എന്നുള്ളതാണ്. അവര് കൂട്ടിയിട്ട് പോയി ഒന്നുകിൽ വലിയ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് കൊല്ലുക, അല്ലെങ്കിൽ ഒരു കുഴിയെടുത്തിട്ട് ആ കുഴിയിലേക്ക് വലിയ പാറകൾ ഉരുട്ടിക്കൊണ്ടുവന്ന് ആ കുട്ടിയുടെ മുകളിലേക്ക് വലിച്ചെറിയ എന്നിട്ട് കൊല്ലുക, അല്ലെങ്കിൽ ജീവനോടെ ഈ പറഞ്ഞതുപോലെ കുഴിച്ചു മൂടുക. അത്രത്തോളം പെൺജന്മം എന്ന് പറയുന്നത് അപമാനമാണെന്ന് കണക്കാക്കിയിരുന്ന ഒരു ജനത, സ്വത്തിലൊരു അവകാശവുമില്ലാതിരുന്ന ഒരു ജനത, പെണ്ണിനെ ഒരു വിഭവം മാത്രമായിട്ട് കണ്ടിരുന്ന ഒരു ജനത, സ്വന്തം പിതാവിന്റെ ഭാര്യമാര്, സ്വന്തം പിതാവിന്റെ ഉമ്മയില്ലാത്ത ഭാര്യമാര് ആ പിതാവിന്റെ മരണശേഷം സ്വത്ത് അനന്തരമെടുക്കുന്നത് പോലെ അനന്തരമെടുക്കുന്ന ഒരു ജനത. സുബ്ഹാനല്ലാഹ്, ആലോചിച്ചു നിങ്ങൾ. എന്റെ ഉപ്പാന്റെ സ്വത്ത് എനിക്ക് അവകാശപ്പെട്ടതാണ് ഉപ്പയുടെ മരണശേഷം. അതേപോലെ ആ മനുഷ്യന്മാർ
അവരുടെ പിതാവിന്റെ മരണശേഷം ആ ഭാര്യമാരെ അനന്തരമെടുക്കുന്നത്. സ്ത്രീ എന്ന് പറഞ്ഞാൽ കേവലം ഉടൽ മാത്രമാണ്, കേവലം വിഭവം മാത്രമാണ്, അനുഭവിക്കാനുള്ള ഒരു വസ്തുവും ഉൽപ്പന്നവും മാത്രമാണ് എന്ന് വിശ്വസിച്ചിരുന്ന, അത് ജീവിതത്തിൽ പ്രായോഗികമായി കൊണ്ടു നടന്നിരുന്ന ഒരു ജനതയോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലക്കാലത്തെ പ്രബോധനം കൊണ്ട്, സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്ത് ഹജ്ജത്തുൽ വിദാഇന്റെ പ്രസംഗത്തിൽ പറയുന്നത്. കേൾക്കണം, നിങ്ങളുടെ സ്ത്രീകൾക്ക് അവകാശമുണ്ട്, നിങ്ങളുടെ സ്വത്തിൽ അവകാശമുണ്ട്, നിങ്ങൾക്ക് അവരിൽ അവകാശമുള്ളതുപോലെ തന്നെ അവരിൽ നിങ്ങൾക്കും അവകാശമുണ്ട്. പ്രിയപ്പെട്ടവരെ, സ്ത്രീകൾക്ക് ഇസ്ലാം കൃത്യമായ സ്വത്തിന് അവകാശം കൊടുത്തു. ഒരു ആണിന്റെ നേരെ പകുതി അവകാശം പെണ്ണിന് കൊടുത്തു. പക്ഷേ ആണിന് പെണ്ണിന്റെ 2 ഇരട്ടി അവകാശവും കൊടുത്തു, പെണ്ണിന്റെ 10 ഇരട്ടി ബാധ്യതയും കൊടുത്തു. പെണ്ണിന് ഒരു ഉപ്പാന്റെ സ്വത്ത് കിട്ടുന്നുണ്ടെങ്കിൽ അത് മുഴുവനും അവളുടെ പോക്കറ്റ് മണി മാത്രമാണ്. അതിൽ അവളുടെ ഭർത്താവിനോ അവളുടെ ആങ്ങളക്കോ അവളുടെ ഉമ്മക്കോ അവളുടെ കുടുംബക്കാർക്കോ ഒരു അവകാശമില്ല, മക്കൾക്ക് പോലും ഇല്ല ജീവിച്ചിരിക്കുന്ന കാലത്ത്. പക്ഷെ ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കിട്ടുന്ന അവകാശം എന്ന് പറയുന്നത്, ആ അവകാശത്തിൽ അയാളുടെ ഭാര്യയ്ക്ക് അവകാശമുണ്ട്, അയാളുടെ മക്കൾക്ക് അവകാശമുണ്ട്, അയാളോട് ആരെയൊക്കെ അല്ലാഹു സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ അവർക്കൊക്കെ അവകാശമുണ്ട്. ഇത്രത്തോളം സ്ത്രീകൾക്ക് വേണ്ടിയുള്ള എല്ലാ അവകാശങ്ങളും വകവെച്ചു കൊടുത്തിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മുന്നിലിരിക്കുന്ന ജനങ്ങളോട് പറയുന്നത്, കാത്തു സൂക്ഷിക്കണം സ്ത്രീ എന്ന് പറയുന്ന അമാനത്തിനെ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു കുടുംബത്തിൽ ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ടവൾ ആരാണ്, ഏറ്റവും ആദരിക്കപ്പെടേണ്ടവൾ ആരാണ്, ഏറ്റവും പ്രാധാന്യം നൽകപ്പെടേണ്ടവർ ആരാണോ? ഉപ്പയാണോ? അല്ല. വല്യപ്പയാണോ? അല്ല. പ്രസവിച്ച ഉമ്മ. ആരോടാണ് റസൂലെ ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത്? നിന്റെ ഉമ്മയോടാണ്. പിന്നീട് ആരോടാണ്? നിന്റെ ഉമ്മയോടാണ്. പിന്നീട് ആരോടാണ്? നിന്റെ ഉമ്മയോടാണ്. പിന്നീട് ആരോടാണ്? നിന്റെ ഉപ്പയോടാണ്. 3 സ്ഥാനവും പെണ്ണിന് നൽകിയിട്ടാണ് 4ാമത്തെ സ്ഥാനം ആണിന് നൽകുന്നത്. പെൺകുട്ടി ജനിക്കുന്നത് അപമാനമായി കണ്ടിരുന്ന ഒരു ജനതയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞു, 2 പെൺകുട്ടികളെ നിനക്ക് അല്ലാഹു നൽകി, ആ പെൺകുട്ടികളെ കൃത്യമായി വളർത്തി ആ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചയച്ചാൽ അല്ലാഹു നിനക്ക് സ്വർഗം വാഗ്ദാനം നൽകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ 10 ആൺകുട്ടികളുണ്ട്, ആ 10 ആൺകുട്ടികളെയും വളർത്തി വലുതാക്കിയാൽ നിനക്ക് സ്വർഗം കിട്ടുന്ന റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. പെണ്ണിന് അവകാശങ്ങൾ നൽകി, പെണ്ണിന് അർഹതകൾ നൽകി, പെണ്ണിന് പരിശുദ്ധി നൽകി. എന്നിട്ട് ഹജ്ജത്തുൽ വിദാഇന്റെ പ്രസംഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പ്രഖ്യാപിച്ചു, ഞാൻ പഠിപ്പിച്ചു തന്ന ഈ അമാനത്ത്, ഞാൻ പറഞ്ഞു തന്ന ഈ അമാനത്ത് എന്റെ അനുചരന്മാരെ കൃത്യമായി നിങ്ങൾ ഇത് സൂക്ഷിക്കണം. നിങ്ങളിലൂടെ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ കടന്നു വരാനിരിക്കുന്ന സകല മുസ്ലിങ്ങളും ഇത് കൃത്യമായി സൂക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പ്രഖ്യാപിച്ചു. ഏറ്റവും വലിയ സ്ത്രീ സമത്വത്തിന്റെയും സംരക്ഷണത്തിന്റെയും പ്രഖ്യാപനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നടത്തിയത്. ഏതെല്ലാം വിഷയത്തിൽ അള്ളാന്റെ റസൂൽ കൃത്യമായി പറഞ്ഞു. മനുഷ്യന്റെ അവകാശങ്ങളെ കുറിച്ച് സംസാരിച്ചു, അരികുവൽക്കരിക്കപ്പെടുന്ന മനുഷ്യരെ കുറിച്ച് സംസാരിച്ചു. അത് പ്രവാചകൻ കറുത്ത വർഗത്തെ കുറിച്ച് സംസാരിക്കുമ്പോ, അടിയാളന്മാരെ കുറിച്ച് സംസാരിക്കുമ്പോൾ വെറുതെ സംസാരിക്കല്ല. ബിലാലിനെയും അതുപോലെയുള്ള സ്വഹാബത്തിനെയും ചേർത്ത് നിർത്തിയിട്ട് കാണിച്ചു കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പഠിപ്പിച്ചു കൊടുത്തു. ജീവിതത്തിൽ തന്റെ ഭാര്യമാർക്ക് എല്ലാ അവകാശങ്ങളും നൽകി, എല്ലാ ബഹുമതികളും നൽകിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അവസാനമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറയാനുള്ളത്, അദ്ദേഹം ജനങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ദീൻ എത്തിച്ചു തന്നിട്ടില്ലേ? ഞാൻ നിങ്ങൾക്ക് എന്നെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം ഞാൻ പൂർത്തീകരിച്ചിട്ടില്ലേ? ആ ജനങ്ങൾ ഒന്നടങ്കം റസൂലിനോട് പറഞ്ഞു, വലാ യാ റസൂലല്ലാഹ്, തീർച്ചയായും റസൂലേ, തീർച്ചയായും അങ്ങ് കൃത്യമായ ഉത്തരവാദിത്തത്തിന്റെ നിർവഹണം നടത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈയും കണ്ണുകളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ അൻത അഷ്ഹദ്, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹു നീ സാക്ഷിയാണ്, അല്ലാഹു നീ സാക്ഷിയാണ്, അല്ലാഹു നീ സാക്ഷിയാണ്. റബ്ബേ, എന്റെ മുന്നിലിരിക്കുന്ന ഖദീജയിൽ നിന്നും അബൂബക്കറിൽ നിന്നും അലിയിൽ നിന്നും തുടങ്ങി 100 വിരലെണ്ണാവുന്ന അംഗസംഖ്യ 10 മാറി, 100 മാറി, 1000 മാറി, 10,000 മാറി. ഇന്ന് എന്റെ മുന്നിലിരിക്കുന്ന ഈ ലക്ഷക്കണക്കിന് മനുഷ്യരിലേക്ക് റബ്ബേ, ഞാനിതാ നീ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട്. നീ സാക്ഷിയാണല്ലോ, നീ സാക്ഷിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ആ മനുഷ്യരുടെ കൈകളിലേക്ക് പ്രവാചകൻ ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ്. ബല്ലിഗു അന്നി വലൗ ആയ, ബല്ലിഗു അന്നി വലൗ ആയ, എന്നിൽ നിന്ന് ഒരു ആയത്താണെങ്കിലും നിങ്ങളത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. ലോകത്ത് ഒരുപാട് ജനങ്ങളുണ്ട്, ആ ജനങ്ങളൊന്നും ഇവിടെ ഹാജറില്ല. ഇവിടെ എന്റെ മുന്നിൽ ഹാജറുള്ളവർക്ക് ഞാനിതാ ഉത്തരവാദിത്വം നൽകുകയാണ്. ഹാജറില്ലാത്തവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക, ഹാജറില്ലാത്തവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക.
പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂലിന്റെ വാക്കുണ്ടല്ലോ, ഇടിമുഴക്കം പോലെയാണ് അവരുടെ ഹൃദയങ്ങളിലേക്ക് പതിച്ചത്. അത് കേട്ടിട്ട് അവർ അടങ്ങിയിരുന്നില്ല. അവർക്ക് വീടുകൾ അടങ്ങിയിരിക്കാൻ തോന്നിയില്ല. അവര് പാതയം ഒരുക്കിക്കൊണ്ട് യാത്ര പുറപ്പെട്ടു ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്ക്. കാടും കടലും കടന്ന്, മരുഭൂമിയും പർവ്വതങ്ങളും പീഠഭൂമികളും കടന്ന് ആ മനുഷ്യന്മാർ യാത്ര ചെയ്തു. ഇന്ത്യയിലെത്തി, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെത്തി. ലോകത്തിന്റെ ആഫ്രിക്കയിലേക്കും മനുഷ്യൻ കടന്നു പോകാൻ വളരെ ദുർഘടമായ വഴികൾ മറികടന്ന് അവർ ലോകത്തിന്റെ നാനാദിക്കുകളിലേക്കും എത്തി. അവർ സ്വന്തം ജീവിതം കൊണ്ടും അവരുടെ സംസാരം കൊണ്ടും ദീന് പഠിപ്പിച്ചു കൊടുത്തു. എവിടേക്കെത്തിയെന്നറിയോ പ്രിയപ്പെട്ടവരെ, എവിടേക്കെത്തിയെന്നറിയോ? ലക്ഷദ്വീപ് എന്ന് പറയുന്ന കടലിന്റെ നടുവിലുള്ള തുരുത്തിലേക്ക് പോലും അവരെത്തി. എല്ലാ സ്ഥലങ്ങളിലേക്കും അവരെത്തി. ഏകദേശം 1400 കൊല്ലങ്ങൾക്ക് ഇപ്പുറത്തേക്ക് എത്തുമ്പോൾ അവരുടെ ദഅവത്തിലൂടെ, അവരുടെ പ്രബോധനത്തിലൂടെ 1 ലക്ഷം എന്ന് പറയുന്നത് 200 കോടിയായി വന്നു. അതായത് ലോകത്ത് 4 മനുഷ്യന്മാരെടുത്താൽ ഒരാൾ മുസ്ലിമാണ്. എവിടുന്നാണ് തുടങ്ങിയത്? മക്കയിലെ ഒരു ഗ്രാമത്തിൽ നിന്ന്, മക്ക എന്ന് പറയുന്ന അധികമൊന്നും അറിയപ്പെട്ടിട്ടില്ലാത്ത ഒരു ഗ്രാമത്തിൽ നിന്ന് തുടങ്ങി അതിൽ 200 കോടിയോളം വരുന്ന, 2 ബില്യണോളം വരുന്ന ആ ഒരു വലിയ ജനസംഖ്യയായിട്ട് മാറി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇസ്ലാം ഇവിടെ നിൽക്കും? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇസ്ലാം അതിന്റെ ചൈത്രയാത്ര തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ലോകത്തിന്റെ ഇസ്ലാമിനെതിരെയുള്ള സകല വിമർശനങ്ങളെയും മറികടന്ന്, ഇസ്ലാമിനെതിരെയുള്ള സകല പ്രചണ്ഡ പ്രചാരണങ്ങളെയും മറികടന്ന് അതതിന്റെ വിജയത്തിന്റെ വിന്നിക്കുടി മാറിക്കുക തന്നെ ചെയ്യുന്ന സംശയം കൊണ്ടത് അള്ളാഹുവിന്റെ പ്രകാശം പൂർത്തിയാക്കും. ആ പൂർത്തീകരണത്തിന് ശേഷം ഒരു കുറവ് വരാനുണ്ട്. അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ അവർ ശ്രമിക്കുന്നു. അത് ഊതിക്കെടുത്താൻ ഒരിക്കലും അവർക്ക് കഴിയില്ല. അള്ളാഹു അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ലോകത്തെല്ലാ മനുഷ്യരിലേക്കും ഇസ്ലാം എത്തും. അതിന്റെ ഒരു ഹിക്മത്താണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെതിരെയുള്ള ഈ ഇസ്ലാമോഫോബിയക്കുണ്ടല്ലോ. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഒരു ഹിക്മത്താണ്. കാരണം ന്യൂസുകളിൽ ഇസ്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. വാർത്തകളിൽ, സംസാരങ്ങളിൽ, എഴുത്തുകളിൽ ഇസ്ലാം നിറഞ്ഞു നിൽക്കാൻ, ഇസ്ലാമിനെ കുറിച്ച് മുസ്ലിങ്ങൾ വളരെ വിരളം പോപ്പുലേഷനുള്ള ജനസംഖ്യയുള്ള സ്ഥലത്ത് പോലും ഇസ്ലാമിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടാൻ. ഇത്രത്തോളം കേട്ടിട്ടും ഇത്രത്തോളം അറിഞ്ഞിട്ടും അതെന്താണെന്ന് പഠിച്ചു നോക്കാത്ത മനുഷ്യർ യഥാർത്ഥത്തിൽ അപരാധികളാണ്. അള്ളാഹുവിന്റെ ഒരു രീതിയും ഹിക്മത്തുമാണത്. പ്രിയപ്പെട്ടവരെ, അതിൽ എനിക്കും നിങ്ങൾക്കും പങ്കുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോടടക്കമാണ് പറഞ്ഞത്. ഇത് നമ്മൾ കേട്ടോ, നമ്മൾ ഉത്തരവാദികളാണ്. നമുക്ക് ഇസ്ലാം പ്രചരിപ്പിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്, പ്രബോധനത്തിന് ഉത്തരവാദിത്തമുണ്ട്. ഹജ്ജത്തുൽ വിദാഇന്റെ പ്രസംഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി നടത്തിയ വസിയത്താണത്. അവസാനമായി നമ്മോട് ഉന്നയിച്ച ആവശ്യമാണത്. ദഅവത്ത് നടത്തുക, പ്രബോധനം നടത്തുക. മുസ്ലിം ആകാൻ ഭാഗ്യം ലഭിച്ചാൽ അതിന് കൊടുക്കേണ്ട ടാക്സ് ആണ്, അതിന് കൊടുക്കേണ്ട തീരുവയാണ് പ്രബോധനം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാൽപ്പാടുകൾ പിൻപറ്റി പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ വക്താക്കളായി, അതിന്റെ വാഹകരായി ഈ പരിശുദ്ധ ഇസ്ലാമിനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയെ ലോകം മുഴുവൻ എത്തിക്കാനുള്ള ആ ശ്രമത്തിന്റെ ഒരു ഭാഗമാകാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന് കർമ്മങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. 2-3 ദിവസം നമ്മിൽ നിന്ന് കടന്നുപോയി. ഇനി ഏകദേശം ഒരാഴ്ചയിൽ താഴെ മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ ഈ ദിവസങ്ങൾ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. നമുക്ക് കൃത്യമായൊരു പ്ലാൻ ഉണ്ടാവണം. ഒരു ദിവസം ഞാൻ എന്താണ് ചെയ്യുക, എന്താണ് ഇത്ര ഖുർആനിൽ 1 ജുസോ 2 ജുസോ ഞാൻ ഒരു ദിവസം ഓതി തീർക്കും. അതുപോലെ തന്നെ ഇത്ര സമയം ഞാൻ അധികാരത്തിൽ, ഞാൻ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പറഞ്ഞൊരു സംഗതി നിങ്ങൾ ആർക്കാണ് ഓർമ്മ ഉള്ളത് എനിക്കറിയില്ല. നമ്മൾ ഈ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അസീം. ഈ ഒരു ദിക്ർ നമ്മൾ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കാം. അതിൽ തസ്ബീഹ് ഉണ്ട്, തഹ്മീദ് ഉണ്ട്, തഹ്ലീൽ ഉണ്ട്, തക്ബീർ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. എല്ലാം തികഞ്ഞൊരു ഇത് വർദ്ധിപ്പിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് ചെയ്യുമ്പോൾ, ഈ ദിക്ർ ചൊല്ലുമ്പോൾ നമ്മുടെ നാവ് മാത്രം എൻഗേജിലാവുള്ളൂ. ബാക്കി എല്ലാ അവയവങ്ങളും നമുക്ക് എന്ത് പണി വേണമെങ്കിലും ചെയ്യാം, എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം. ഇതെന്താന്ന് വെച്ചാൽ ഇത് ചെയ്യാൻ പിശാച് മറപ്പിക്കും, ശൈത്താനും മറവിയുണ്ടാക്കും. അപ്പൊ നമ്മളെന്ത് ചെയ്യുക? നമുക്ക് ഏറ്റവും കൂടുതൽ സൗകര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാരാണ്. ഫോണിൽ ഒരു 20 മിനിറ്റ്സോ അല്ലെങ്കിൽ 30 മിനിറ്റ്സോ ഗ്യാപ്പ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഒരു ചെറിയൊരു അലാറം വെക്കുക. 2-3 ബീപ്പ് സൗണ്ട്, വലിയ അലാറല്ല, ഇപ്പൊ 2-3 ബീപ്പ് സൗണ്ട് വരുന്ന രീതിയിൽ ചെറിയ അലാറം വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ കൂടുമ്പോൾ ആ ബീപ്പ് സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ്
ഇത് അസ്കാറിനുള്ളതാണ്. അതിന് വേണ്ട ആപ്പുകളും റിമൈൻഡർ ആപ്പുകളൊക്കെ ഉണ്ട്. അരമണിക്കൂർ കൂടുമ്പോൾ ഇതിനോട് പറയും, ഈ സാധനത്തോട് പറയാം എന്നെ ഓർമ്മിപ്പിക്കണം. എത്രയോ റീൽസ് നമ്മൾ ഇതുകൊണ്ട് കാണുന്നുണ്ട്, എത്രയോ ഹറാമ് കാണുന്നുണ്ട്, എത്രയോ ഹറാമ് കേൾക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള സംഗതികൾ കൂടി ഈ സാധനത്തോടും ഈ ഒരു സംഭവത്തിനെ കൊണ്ട് കഴിയുന്ന നമ്മൾ മനസ്സിലാക്കുക. ഒരു അരമണിക്കൂർ കൂടുമ്പോൾ റിമൈൻഡർ വെച്ചിട്ട് നമ്മൾ ഈ അസ്കാർ പരമാവധി ഈ ദിവസം, അതായത് പെരുന്നാളിന്റെ അന്ന് വരെ ഇതൊന്നും പരമാവധി വർദ്ധിപ്പിക്കാം. നമ്മളെ കൊണ്ട് എപ്പോഴൊക്കെ ചൊല്ലാൻ പറ്റുമോ അപ്പോഴൊക്കെ നമ്മളിത് ചൊല്ലിക്കൊണ്ടേയിരിക്കാം. വലിയ പതിലും വലിയ സവാബ് അല്ലാഹു വാങ്ങി കിട്ടും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റം വരും നമ്മളിത് കൃത്യമായിട്ട് ചെയ്യാം. ഇനി ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഈ ഒരു റിമൈൻഡർ വെക്കാൻ പോലും ശൈത്താനെ കൊണ്ട് മറപ്പിക്കും. ഈ ഒരു റിമൈൻഡർ വെക്കാൻ പോലും ശൈത്താനെ കൊണ്ട് മറപ്പിക്കും. അതുകൊണ്ട് ഇപ്പം വെക്കണ്ട. ഖുതുബിന്റെ ഇടയിൽ ഇവിടെ നിങ്ങൾ പുറത്തിറങ്ങിയ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ അറിയില്ലെങ്കിൽ കുട്ടികളോട് പറഞ്ഞാൽ അവർ റിമൈൻഡർ വെച്ചു അതൊന്ന് വെച്ചിട്ട് നിങ്ങൾ ഈ 10 ദിവസം ഇനിയുള്ള ഈ ഏതാനും ദിവസം നന്നായിട്ട് ഈ അസ്കാർ കൃത്യമായിട്ടൊന്ന് ചെല്ലാൻ നോക്കും. നിങ്ങൾ ഈ ഒരു കാര്യം തമാശയായി എടുക്കരുത്, ഗൗരവം കുറഞ്ഞ് കാണരുത്. അള്ളാഹുവിന്റെ പേരിൽ നിങ്ങളോട് വസിയത്ത് ചെയ്യാണ്, നിങ്ങൾ മറക്കാതെ ഈ ഒരു സംഗതി കൃത്യമായിട്ട് ചെയ്യുക. ആകെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അതിന് പണി ഉണ്ടാവുള്ളൂ. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ അലാറം വെക്കാനൊക്കെ അത്ര പണി ഉണ്ടാവുള്ളൂ. അതിന് നിങ്ങൾ മടി കാണിച്ചത്. എനിക്കൊന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. നിങ്ങളെ പാടായി വഴി പറഞ്ഞൊന്നും പല ആളുകൾ ചെയ്യുന്നവരുണ്ടാവും, സ്വീകരിക്കട്ടെ. അതുപോലെ അറഫാ ദിവസത്തിന്റെ നോമ്പ് നമുക്ക് വരുന്നത് ബുധനാഴ്ചയാണ് നമുക്ക് നോമ്പ് വരിക. വെറുതെ തർക്കിക്കാതിരിക്കുക. അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും ഉണ്ടാവും. പക്ഷേ അഹ്ലു സുന്നന്റെ മഹാഭൂരിപക്ഷം വരുന്ന ഉലമാക്കളും അവരൊന്നും വെറുതെ പറയലുണ്ടോ, വെറുതെ അങ്ങോട്ടും പറയലുണ്ടോ. മഹാഭൂരിപക്ഷം വരുന്ന ഉലമാക്കളും പറഞ്ഞത് നിങ്ങളുടെ നാട്ടിൽ എന്നാണോ ദുൽഹജ്ജ് 9 അന്ന് നിങ്ങൾ എടുക്കാന്നുള്ളതാണ്. അപ്പൊ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ ഉൾക്കൊള്ളണ്ട. നമ്മൾ അതുകൊണ്ട് തർക്കിക്കാൻ ഇറങ്ങരുത്. കാരണം വിവാദം ചെയ്യുന്ന ആളുകളുടെ വിവാദം നഷ്ടപ്പെടുത്താനും അനാവശ്യമായ ശത്രുത ഉണ്ടാക്കാനൊക്കെ അത് കാരണമാണ്. അതുകൊണ്ട് തർക്കിക്കാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് നിങ്ങൾ രഹസ്യ ജീവിതത്തിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷെ നമ്മളൊരു ഭൂരിപക്ഷം വരുന്ന ഉലമാക്കളുടെ അഭിപ്രായത്തിനെതിരെ വാളെടുക്കുക, അതിന് പൊരുതുക, അതിന് ഈ നല്ല ദിവസങ്ങളിൽ അനാവശ്യമായ ചർച്ച സോഷ്യൽ മീഡിയകളിലും എന്നിട്ട് ഈ ചർച്ചയൊക്കെ നല്ല നിലയിലാണ് അവസാനം തെരുവിളിയിലേക്കും വ്യക്തിഹത്യയിലേക്കും എത്തും. അതിന് നിൽക്കണ്ട. ഏതായാലും പിന്നെ ദുൽഹജ്ജ് 9 വരുന്നത് ബുധനാഴ്ചയാണ്. ആ ദിവസം എല്ലാവരും നോമ്പെടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ഫദ്ല് പറഞ്ഞ നോമ്പാണ്. മുന്നേയും പിന്നെയുമുള്ള ചെറുപാപങ്ങൾ മുഴുവൻ പൊറുക്കാൻ ആ ഒരൊറ്റ നോമ്പ് കാരണമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ നോമ്പ് ആരും ഒഴിവാക്കാതിരിക്കുക. അതിന്റെ പ്രതിഫലം മനസ്സിലുണ്ടാവുക, ഇഹ്തിസാബ് ഉണ്ടാവുക. പഠിച്ചോനെ ഞാൻ ഇതിന് വേണ്ടിയാണ് നോമ്പെടുക്കുന്നത്, നിന്റെ പ്രവാചകൻ ഇങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ആ ഒരു ഫലം കിട്ടുന്നതിന് വേണ്ടിയാണ് നോമ്പെടുക്കുന്നത് എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് നോമ്പെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ 10 ദിവസം പരമാവധി കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ദിവസങ്ങളെങ്കിലും പ്രിയപ്പെട്ട ഒരൊറ്റ കാര്യം കൂടി, ഈ ദിവസങ്ങളെങ്കിലും നിങ്ങൾ ഒരു ജമാഅത്തും കളയാതിരിക്കുക, ഒരു സുന്നത്ത് നിസ്കാരങ്ങളും കളയാതിരിക്കുക. ളുഹറിന് മുന്നേ 4 നിസ്കരിക്കുക, ളുഹറിന് ശേഷം 4 നിസ്കരിക്കുക, മഗ്‌രിബിന് ശേഷം 2 നിസ്കരിക്കുക, ഇശാക്ക് ശേഷം 2 നിസ്കരിക്കുക, സുബ്ഹിക്ക് മുന്നേ 2 നിസ്കരിക്കുക. ഈ സുന്നത്ത് നിസ്കാരം ഈ ദിവസങ്ങളിലെങ്കിലും നിങ്ങൾ കളയരുത്. ഈ ദിവസങ്ങളിലെങ്കിലും എന്തൊക്കെ കാരണങ്ങളിലെങ്കിലും നിങ്ങളുടെ ജമാഅത്തിന് പങ്കെടുക്കുക. ഈ ദിവസങ്ങളിലെങ്കിലും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ ഒരു 2-3 പേജ്, എത്ര തിരക്കുണ്ടെങ്കിലും 2-3